ആൻറ്റിയുടെ പേര് ജലജ. ആൻറ്റിക്ക് ഒരു മോനോട് വിഷമമുണ്ട്. വളരെ വിഷമമുണ്ട്. അയാൾ ബിസിനസ് പരമായിട്ടും ജോലിപരമായിട്ടും വളരെ തകർച്ചയിൽ നിൽക്കുകയാണ്. അവനോട് എന്ത് പറഞ്ഞാലും അവൻ്റെ ഇഷ്ടത്തിന് അവൻ ചെയ്യുള്ളൂ. പൈസ അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം കടുകൊടുത്ത് ചെയ്യണേൽ ഒരു ഭയമില്ല. കാരണം പുള്ളി പ്രാർത്ഥനയ്ക്ക് പോകുന്ന ആളാണ്, അവിടെ പ്രാർത്ഥനയ്ക്ക് പോകുന്ന ആളാണ്. പ്രാർത്ഥനയ്ക്ക് പോകും, അവൻ്റെ ഇഷ്ടത്തിന് അവൻ ചെയ്യുള്ളൂ. പക്ഷേ അവനെക്കുറിച്ചാണ് അമ്മച്ചിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലുള്ള ദുഃഖം. അതെ. പക്ഷേ നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചാൽ അത് മാറും. പിന്നെ അവൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത്ര ജീവനുള്ള പ്രാർത്ഥനയൊന്നുമില്ല. പക്ഷെ അമ്മച്ചി നല്ലപോലെ പ്രാർത്ഥിക്കും. ശരിയാണ്, അയാൾക്ക് അത്ര പ്രാർത്ഥന വരില്ല. അമ്മച്ചി ഞാൻ പ്രാർത്ഥിക്കണ്ടെന്ന് പറയും. എല്ലാ വെള്ളിയാഴ്ചയും പ്രാർത്ഥനക്ക് പോവുകയും ചെയ്യും. അവന് ഈ വിദേശത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പഠിത്തം കഴിഞ്ഞപ്പോൾ തന്നെ പോയി. എന്നിട്ട് എന്താണ് അവിടെ ഒരു വിഷമം ഉണ്ടായത്? അയാൾ കമ്മീഷൻ വ്യവസ്ഥയുടെ ജോലിയാണ് കിട്ടിയേക്കുന്നത്, സ്ഥിര ജോലിയല്ല. പക്ഷെ അതിനിപ്പോൾ ഒരു തടസ്സം വന്നപ്പോൾ വേറൊരു പയ്യനായിട്ടൊരു ചെറിയ ബിസിനസ്സിൻ്റെ ഇടപാട് തുടങ്ങി, ഈ കാറിൻ്റെ പില്ലിമുട്ടിക്കണ പരിപാടി. അപ്പോൾ അതിലിപ്പോൾ ഒരു 50 ലക്ഷം രൂപ വീതമെങ്കിലും നമ്മൾ ഓരോരുത്തർ. 2 കുഞ്ഞുങ്ങളെ കർത്താവ് കാണിച്ചു. എന്താ 2 കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള വിഷമം? അത് മോളുടെ കൈ ഒടിഞ്ഞിരിക്കുകയാണ് ഇപ്പം. അവൾ ഇച്ചിരി ദേഷ്യക്കാരിയാണല്ലോ. പെട്ടെന്ന് പുള്ളിക്കാരി ദേഷ്യം വരും. കുറച്ച് സാമ്പത്തികമായി കുറച്ച് കടം കാണുന്നുണ്ട്. കടമോനി വന്നേക്കുന്ന ബാധ്യത. ആൻറ്റിക്ക് ഒരു നടുവേദന ഇടയ്ക്കിടയ്ക്ക് വരുമല്ലോ? നടുവേദന ഞാൻ രാജമൻ സിസ്റ്ററെ കൊണ്ട് പ്രാർത്ഥിക്കും. ഇവിടെ ഒരു വേദനയുണ്ട്, പിന്നെ ഈ നെഞ്ചിലൊരു എരിച്ചില്ല. അപ്പം ഞാൻ പ്രാർത്ഥിച്ച് നടക്കുകയാണ്. ഞാൻ മരുന്നിനൊന്നും പോയിട്ടില്ല. എൻ്റെ വീട്ടിലുള്ളൊരു കുട്ടി പറയും ഈ കിഡ്നിയുടെ അസുഖമാണ്. എങ്കിൽ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം. ആൻറ്റിക്ക് ഇപ്പോഴും നടുവേദന ഉണ്ടല്ലേ? ഈ വേദനയുണ്ട്. ഇപ്പോൾ നമുക്ക് യേശുവിനോട് ഇപ്പോൾ പ്രാർത്ഥിച്ചാൽ ഈ നടുവേദന യേശു ഇപ്പോൾ സൗഖ്യപ്പെടുത്താൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ ഈ ദാസിയുടെ നടുവേദന മാറ്റുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ ദാസിയുടെ നടുവേദന മാറ്റുന്നു. മാറിപ്പോവുക, കടന്നു പോവുക. ഈ ദാസി യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യപ്പെടുവാൻ മതിയായതാണ്. യേശുവിൻ്റെ മതിയായ നാമം, ആ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യപ്പെടട്ടെ. ദാസി ഒന്ന് എഴുന്നേറ്റ് ഒന്ന് നോക്കിക്കേ, ഒന്ന് ഇരുന്നാട്ടെ. ഒന്നുകൂടെ എഴുന്നേറ്റെ. ഇപ്പോൾ നടുവേദന എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഈ നടുവേദന അന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ച് മാറിയതാണ്. പക്ഷേ ഇത് നടുവേദന അല്ല, ഇവിടത്തെ ഒരു ഇങ്ങനെ ഇവിടെ എളിക്കുള്ള നിങ്ങളുടെ ആ വേദന ഇപ്പം പോയോ? പോയി. ഒന്ന് ചാടി നോക്കിയേ. അവിടെ ഇപ്പൊ തോന്നിക്കണല്ലോ എനിക്ക്. ഇപ്പം വേദന പോയി. ഒന്ന് കരം അടിച്ച് കർത്താവിനെ ആരാധിച്ചേ. ആരാ സൗഖ്യപ്പെടുത്തിയേ? യേശു. ഇനി എന്താ പ്രാർത്ഥിക്കണ്ടേ? ഇരുന്നോ. മോൻ്റെ ഈ ബിസിനസ് പരമായിട്ട് ഞങ്ങളുള്ള ആധാരവും എല്ലാം പണയം വെച്ചാണ് മോൻ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയേക്കണത്. അപ്പോൾ അവിടുത്തെ ഒരു മുനിസിപ്പാലിറ്റിയുടെ ഒരു പ്രശ്നം മുഖേന ഇപ്പോൾ 2 മാസം അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ആരാണ്? മോനിപ്പോൾ അവിടെ മിനിയാവുന്നാൾ നാലാവുന്നാൾ പ്രാർത്ഥനക്ക് പോയി വരുന്ന സമയത്ത് 3 ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചിരുന്നു. എന്നിട്ട് ആർക്കും ഒന്നും സംഭവിച്ചില്ല. അന്ന് ഈ വെള്ളത്തിൽ പേടിച്ചത് ആരാണ്? അതറിയില്ലല്ലോ. വെള്ളത്തിൽ പേടിച്ചത് നിങ്ങളുടെ ഒരു വെള്ളത്തിന്റെ ചാലിനോട് ചേർന്നായിരുന്നു നിങ്ങളുടെ ആദ്യത്തെ ഒരു വീട്. വെള്ളത്തിൽ പേടിച്ചെന്ന് പറഞ്ഞാൽ മോൻ തന്നെ. ശരി, ഇപ്പോൾ ഓർമ്മ വന്നു. മോൻ 6-ാം മാസത്തിൽ വെള്ളത്തിൽ മുങ്ങി മരിച്ചു പോയി. യേശു നമ്മളെ കാണുന്നു. കർത്താവേ, അങ്ങയുടെ പ്രിയ ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. മകൻ്റെ അപകടങ്ങൾ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കർത്താവ് അത്ഭുതം ചെയ്യണമേ. പ്രിയദാസിയുടെ ജീവിതങ്ങളിൽ അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ഇവരുടെ കുടുംബം അനുഗ്രഹിക്കുവാൻ ഒരു പോസ്റ്റ്മോർട്ടം മരണം ഉണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം മരണം അതാരുടെയാ? അതറിയില്ലല്ലോ. അമ്മയുടെ വീടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം മരണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ചേട്ടൻ്റെ പെങ്ങളുടെ മക്കളെ വിഷമടിച്ച് മരിച്ചിട്ടൊക്കെ ഉണ്ട് ആ വീടുമായിട്ട്. അപ്പോൾ അവരുടെ കുടുംബത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്. അത് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഇപ്പം വെളിപ്പെട്ട് കിട്ടി. ആ പോസ്റ്റ്മോർട്ടവുമായിട്ട് ബന്ധപ്പെട്ട ആ കുടുംബത്തെ കാണിച്ചു തന്നു. കർത്താവേ, ഇവരുടെ ഭർത്താവിൻ്റെ അമ്മയുമായി ബന്ധപ്പെട്ട ആ കുടുംബത്തിൽ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട അവിടെയുള്ള പോസ്റ്റ്മോർട്ടം ബന്ധനങ്ങളെല്ലാമുള്ള ആ കുടുംബത്തിലെ ശാപങ്ങൾ മാറി ഇവർക്ക് ആർക്കും ആത്മഹത്യ ചെയ്യാതെ എല്ലാവരും ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ കർത്താവേ കൃപ കൊടുക്കണമേ. ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു ഇവരെ സൗഖ്യമാകട്ടെ. എൻ്റെ മീറ്റിങ്ങിലൊക്കെ വന്ന് പ്രാർത്ഥിച്ചിട്ട് എന്താണ് അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയത്? അനുഗ്രഹങ്ങളെന്ന് വെച്ചാലും എല്ലാം ഓരോ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അനുസരിച്ച് കാര്യങ്ങളൊക്കെ നടന്നു പോയിക്കൊണ്ടിരിപ്പുണ്ട്. ഇപ്പോഴും മനസ്സിന് പ്രയാസമൊന്നുമില്ല. കുറച്ച് ബാധ്യതകൾ വലിയതായിട്ടുണ്ട് എനിക്ക് മോനി ഈ തൊഴിലിൻ്റെ പേരിൽ. പക്ഷേ എൻ്റെ യേശു എല്ലാം നിറവേറ്റും എന്നുള്ള ആരാധിക്കാൻ തുടങ്ങിയതിന് ശേഷം, യേശുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം എന്താണ് കൂടുതൽ അനുഭവം?
മോൻ ആദ്യം ഒരു വിവാഹമൊക്കെ കഴിച്ചാണ്, അതൊരു വലിയ പ്രശ്നമായിട്ടൊക്കെ മാറിപ്പോയി. രണ്ടാമത് വിവാഹം കഴിച്ചതാണിപ്പോൾ. അവള് നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് പറ. ആ അനുഗ്രഹം ഇപ്പോൾ രണ്ടാമത് വിവാഹം കഴിക്കാത്ത ഒരു മകളെ കല്യാണം കഴിച്ച് ഇപ്പോൾ പെട്ടെന്ന് കുഞ്ഞുണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച് കല്യാണത്തിൻ്റെ അന്ന് പിറ്റേ മാസത്തിൽ തന്നെ കുട്ടിയായി. ഇപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ കുട്ടിയായി. അങ്ങനെയുള്ള നല്ല നല്ല അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പിന്നെ മോനും ഞാനും നല്ല വിശ്വാസിയായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. നല്ലൊരു വീട് എല്ലാം ദൈവാനുഗ്രഹത്താൽ തന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം ഈ തൊഴിലിലേക്ക് പോയപ്പോഴും ഒരു വളരെ തകർച്ച. പക്ഷേ എനിക്ക് ഭയമില്ല, യേശു നിലവിലുണ്ട്, ജീവനുണ്ട്. പക്ഷേ ഈ ജീവിതം മടുത്തു എന്നൊക്കെ ചിന്തിച്ചപ്പോഴല്ലേ ഈ യേശുവിനെ കണ്ടു കിട്ടിയത്? അങ്ങനല്ല, ഞാൻ ചെറുപ്പത്തിലേ തുടങ്ങി പള്ളിയിൽ പോകണം. അതെ, ചെറുപ്പത്തിൽ തുടങ്ങി പള്ളിയിൽ പോകും. എന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ കൂടിയപ്പോൾ, ഈ പ്രശ്നങ്ങളൊക്കെ കൂടിയപ്പോൾ അതൊന്നും പോരാ, ഇനി ഇതുപോലെയുള്ള കൂട്ടായ്മകളിൽ പോയി പ്രാർത്ഥിക്കണം, എന്നാലേ ഈ പ്രശ്നം തീരുള്ളൂ എന്നൊരു ബോധ്യം മനസ്സിൽ തോന്നിയില്ല? അത് സ്വയം തോന്നിയതല്ല. ഈ ഇതേപോലെ കൂട്ടായ്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കണം ആ സേവ്യറേട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ എന്നെ പറവൂർ വെച്ച് കണ്ടപ്പോഴാണ് പറഞ്ഞത്, മോള് പള്ളിയല്ല ഞങ്ങളുടെ വിട്ട് കളഞ്ഞുകൊണ്ടും ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട്, അവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് രാജമണി സിസ്റ്ററായിട്ടൊക്കെ ഞങ്ങൾ പറവൂർ ആ പ്രാർത്ഥന സഭയിൽ വരാൻ കാരണം. അതിനുശേഷമാണ് മനസ്സിന് സമാധാനം. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനത്തെ കൂട്ടായ്മ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴല്ലേ നമുക്ക് ഈ സമാധാനം കിട്ടിയത്, അല്ലേ? അത് അങ്ങനെയാണല്ലോ കിട്ടിയത്. നമ്മളിങ്ങനെയുള്ള കൂട്ടായ്മകൾ ഒത്തിരി അനുഗ്രഹപ്രദമാണല്ലോ. നമ്മളൊക്കെ എല്ലാവരും പറയും സമയമില്ല, സമയം ഉണ്ടെന്ന് പറയുമ്പോഴും നമുക്ക് എത്ര പ്രാർത്ഥിച്ചാലും അത് അധികമാകുന്നില്ല. നിങ്ങൾ പള്ളിയിൽ പോകുമായിരുന്നു, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എങ്കിൽ, പക്ഷേ നിങ്ങളിങ്ങനെയുള്ള പ്രയറുകളിലൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, ഈ കൂട്ടായ്മകളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ നിങ്ങളുടെ സ്വഭാവം മാറി, കുടുംബത്തിൻ്റെ അവസ്ഥകൾ മാറി, അനുഗ്രഹങ്ങളായി, എന്നും പ്രത്യാശയായി, ആ വീട്ടിൽ തന്നെ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പറ്റുന്നു. പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൽ ഒരു പരിഹരിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ അവൻ കാക്കും, അനുഗ്രഹിക്കും എന്നുള്ളൊരു വലിയൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം കർത്താവല്ലേ തന്നേ. ഇത് നമുക്ക് സ്വന്തമായി കിട്ടുന്നതല്ലോ, ദൈവം നമുക്ക് തന്നു, അല്ലേ? അതൊരു വലിയൊരു എല്ലാം ദൈവം തന്നത് തന്നെയാണ്. ഇപ്പോൾ നിൽക്കുന്ന ബാധ്യതയും ദൈവം തീർക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. കടബാധ ഇല്ലാത്തവരാരുമില്ല. പക്ഷേ അതല്ല, നമുക്കൊരു സമാധാനമുണ്ടോ, നമുക്കൊരു സന്തോഷമുണ്ടോ? പ്രശ്നങ്ങൾ എന്താണെങ്കിലും, എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ക്രിസ്തുവിൽ നിന്ന് മാറത്തില്ല. നമ്മൾ പ്രശ്നങ്ങളിലേക്ക് നോക്കാറില്ല. ഇല്ല. അതാണ് ഏറ്റവും വലിയ ദൈവാനുഗ്രഹം. അതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവേ, സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹോദരിക്ക് കുടുംബത്തെ കൊടുത്ത സമാധാനം, അനുഗ്രഹം എല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവരുടെ കുടുംബം പരിശുദ്ധാത്മാവിൽ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കൈ വണ്ടിയിൽ നിന്ന് വീണതാണ്. ആ വണ്ടിയിൽ നിന്ന് കൈ ഓപ്പറേഷൻ ചെയ്തിട്ട് 2 സ്റ്റീലിൻ്റെ കംപ്ലീറ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഇപ്പോൾ മെസ്സേജ് ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അത് കൈ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള ഭക്ഷണം വാരി കഴിക്കും. മോടെ കൈ മടങ്ങുന്നത് നൂരുന്നതും കാണുന്നുണ്ട്. അടുത്ത മാസം ഇവിടുത്തെ മീറ്റിങ്ങിന് വരുമ്പോഴത്തേക്കും ഈ കൈ മടങ്ങാനും നോർക്കാനും തുടങ്ങും. ഇവിടെ കൂട്ടിക്കൊണ്ട് വരണം. ദൈവം വലിയ അത്ഭുതം ആ കൊച്ചിൻ്റെ കൈക്ക് ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. സന്തോഷമായി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഒരു 5 വർഷമായിട്ട് സ്ഥിരം വെള്ളം വെക്കുന്നവരാണ്. കർത്താവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ എല്ലാ ബന്ധനങ്ങളും യേശു അഴിച്ചു മാറ്റുവാൻ യേശുവിൻ്റെ പരിശുദ്ധനാമം ഇടപെടട്ടെ. ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ അവിടെയുള്ള എല്ലാ ബന്ധനങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ അഴിച്ചു കളയുന്നു. സമാധാനം നിറയട്ടെ, സന്തോഷം നിറയട്ടെ, ദൈവകൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.